ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ബൈബാക്ക് ഓഫ് ഷെയർസിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവാണ്. ഇത് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും പിന്നെ 2 ഇല്ലസ്ട്രേഷനാണ് നോക്കുന്നത്. അപ്പോൾ ബൈബാക്ക് ചെയ്യുമ്പോൾ ഷെയർസ് ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ പ്രൊസീഡ്സ് അതിൻ്റെ ഫണ്ട് കണ്ടെത്താൻ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്ത് അതിൻ്റെ പ്രൊസീഡ്സ് കൊണ്ട് നമ്മൾക്ക് ബൈബാക്ക് നടത്താം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് നടത്താം, അല്ലെങ്കിൽ ഇനി സർപ്ലസ് ഫണ്ട് കമ്പനിയുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഇയർ മാർക്ക് ചെയ്തിട്ടുണ്ട് ബൈബാക്കിന് വേണ്ടിയെന്നുണ്ടെങ്കിൽ ആ ഫണ്ട് യൂസ് ചെയ്ത് നമ്മൾക്ക് ബൈബാക്ക് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് വഴിയാണ് പ്രൊസീഡ്സ് അല്ലെങ്കിൽ ഫണ്ട് കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് ഷെയർസ് ആണ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ആണോ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്, അതേ കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇക്വിറ്റി ഷെയർസ് ആണ് ബൈബാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫണ്ട് കണ്ടെത്താൻ പുതിയ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് ആണ് ബൈബാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പുതിയ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീഡ്സ് കൊണ്ട് ബൈബാക്ക് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾക്ക് ഫണ്ട് കണ്ടെത്താം. അതുപോലെ വേണമെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം. ഇനി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇക്വിറ്റി ഷെയർസിൻ്റെ എക്സാമ്പിൾ എടുത്തു. ഇക്വിറ്റി ഷെയർസ് ആണ് ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യണം പ്രൊസീഡ്സ് അല്ലെങ്കിൽ ഫണ്ട് കണ്ടെത്താൻ. അപ്പോൾ നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, പുതിയ പ്രിഫറൻസ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യാൻ. അതിൻ്റെ ജേണൽ എൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. പ്രിഫറൻസ് ഷെയർസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസോ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ചെയ്തു, നമ്മൾ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി പുതിയ പ്രിഫറൻസ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഇനി അതിനെ അപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റ് മണീനെ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അതിൻ്റെ എൻട്രി പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് ഒറ്റ എൻട്രി പാസ് ചെയ്താലും മതി. ഇവിടെ ഒരു ക്രെഡിറ്റ് പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് വന്നു, ഇവിടെ ഒരു ഡെബിറ്റ് പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് വന്നു. അങ്ങനെ ആ അക്കൗണ്ട് സെറ്റ് ഓഫ് ചെയ്തു പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ ജേണൽ എൻട്രി ആയിട്ട് ചെയ്താൽ, അതായത് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഈ പറയുന്ന പ്രിഫറൻസ് ഷെയർസ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തതെന്നുണ്ടെങ്കിൽ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രീമിയം പോർഷൻ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്താണ് ഫണ്ട് കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രീസാണ് നമ്മൾ നോക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രീസ് തന്നെയാണ്. ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി, ബൈബാക്കിനുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടി നമ്മൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ എൻട്രി എക്സ്ട്രാ ചെയ്യണം എന്നുള്ളൂ. അപ്പോൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി എന്താ, ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇത് പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉള്ള എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡിസ്കൗണ്ടിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പോൾ എപ്പോഴും ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ അക്കൗണ്ടിൻ്റെ നേരെ എന്തേ വരുള്ളൂ, ഫേസ് വാല്യൂ പോർഷനേ വരുള്ളൂ. ഓക്കെ. ഇനി ഈ പറയുന്ന ഡിബഞ്ചേഴ്സ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റർ എത്ര എമൗണ്ടാണോ റിസീവ് ചെയ്ത ആ എമൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നേരെ എപ്പോഴും ഫേസ് വാല്യൂ, പ്രീമിയം പോർഷൻ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കാണിക്കുക. ഇനി ബൈബാക്കിൽ നമ്മൾ ബൈബാക്കിന് എന്താ പറയുക പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോൾ ഫണ്ടൊക്കെ ആയി. ആ ഫണ്ട് റൂൾ 17 സബ് റൂൾ 8 ഓഫ് കമ്പനീസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചർ റൂൾസ് 2014 അനുസരിച്ച് ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ. അതായത് ബൈബാക്കിന് വേണ്ടി പ്രത്യേകം ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതിനെ നമ്മൾ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എന്നാണ് നമ്മൾ നോർമലി വിളിക്കാറ്. അപ്പോൾ ആ അക്കൗണ്ട് തുടങ്ങുന്നതിൻ്റെ ജേണൽ എൻട്രി ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇങ്ങനെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മുടെ ബൈബാക്ക് പ്രൊസീജിയറിൻ്റെ ഫണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യണം. ഇത് റൂൾ നമ്പർ 17 സബ് റൂൾ 18 പറയുന്നത്. ഇനി ബൈബാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ പൈസ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അതിൻ്റെ ജേണൽ എൻട്രി എന്താ, ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്, ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് അറ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പൈസ പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് അറ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. ഇപ്പോൾ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ആയി അല്ലേ. ഇവിടെ ഒരു ഡെബിറ്റ് വന്ന് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ നിന്നുള്ള എമൗണ്ട് പേ ചെയ്തപ്പോൾ എന്ത് പറഞ്ഞു, ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ആയി. ഓക്കെ. ഇനി ഈ ബൈബാക്ക് ചെയ്ത ഷെയർസ് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ബൈബാക്ക് ചെയ്ത ഷെയർസ് ക്യാൻസൽ ചെയ്യാനുള്ള ജേണൽ എൻട്രിയാണ്
ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. ഇവിടെ ഷെയർ ക്യാപിറ്റൽ എന്താ ചെയ്തത്? ഡെബിറ്റ് ചെയ്തു. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നോർമലി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ആണ് ചെയ്യാറ്. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാം. അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് അറ്റ് പാർ. പ്രീമിയത്തിലാണെങ്കിൽ പ്രീമിയം വരും. ഓക്കെ, ഇനി ബൈബാക്ക് ചെയ്യുന്ന പ്രീമിയത്തിലാണെങ്കിലുള്ള ജേണൽ എൻട്രി എന്താ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. ഇനി ബൈബാക്ക് ചെയ്യുന്ന ഡിസ്കൗണ്ടിലാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ്. ആ ഡിസ്കൗണ്ട് പോർഷൻ ക്യാപിറ്റൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി ക്യാപിറ്റൽ റിസർവ് റിഡംഷൻ റിസർവിലേക്കുള്ള ട്രാൻസ്ഫർ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. ഫ്രീ റിസർവ്സോ സെക്യൂരിറ്റി പ്രീമിയം റിസർവോ യൂട്ടിലൈസ് ചെയ്താണ് ബൈബാക്ക് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ യൂട്ടിലൈസ് ചെയ്ത എമൗണ്ട്, അതായത് എത്രയാണോ ബൈബാക്ക് ചെയ്ത ഷെയർസിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ, ആ എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അല്ലെങ്കിൽ ഫ്രീ റിസർവിൽ നിന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ബൈബാക്ക് ചെയ്യുന്ന ഷെയർസിൻ്റെ നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ, ആ എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അല്ലെങ്കിൽ ഫ്രീ റിസർവ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് ഫുൾ എമൗണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുക. ഇനി ഒരെണ്ണത്തിൽ ആ എമൗണ്ട് തികയില്ല എന്നുണ്ടെങ്കിൽ മറ്റേ റിസർവിലേക്ക് പോവുക. അപ്പോൾ ആ രണ്ട് റിസർവിൽ നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി പ്രീമിയം എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അല്ലെങ്കിൽ ഫ്രീ റിസർവ്സിന് അഗൻസ്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതിൻ്റെ ജേണൽ എൻട്രി സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെറ്റർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ പ്രീമിയം പേയബിളിന് ഒരു ക്രെഡിറ്റ് വന്നു. നമ്മൾ ആദ്യം മുന്നേ ചെയ്തപ്പോൾ ഡെബിറ്റും ചെയ്തു പ്രീമിയം പേയബിൾ അല്ലേ. ഇവിടെ പ്രീമിയം പേയബിൾ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ അക്കൗണ്ടും ക്ലോസ് ആയി. അതായത് പ്രീമിയം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രീ റിസർവ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിന് അഗൻസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്യണം. ഇനി ബൈബാക്ക് എക്സ്പെൻസ് എന്തെങ്കിലും ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈബാക്ക് എക്സ്പെൻസ് ഇൻകർ ചെയ്യും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ബൈബാക്ക് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുക, ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അത് പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ എൻട്രിയാണ്. ബൈബാക്ക് എക്സ്പെൻസിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ എൻട്രിയാണ് ഇപ്പോൾ പറഞ്ഞത് ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇനി അതിനെ ട്രാൻസ്ഫർ ചെയ്യണം. എങ്ങോട്ടോ എക്സ്പെൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാറ് നോമിനൽ അക്കൗണ്ടെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി റിസർവ് സർപ്ലസ് ഇല്ലാന്നുണ്ടെങ്കിൽ റിസർവിലേക്ക് ചാർജ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓർ അതർ റിസർവ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബൈബാക്ക് എക്സ്പെൻസ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ വരും? ടു ബൈബാക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടി വരും. അങ്ങനെ ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ടും ക്ലോസ് ചെയ്യാം. ഇനി ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം, ഇത്തിരി കൂടി അപ്പോൾ ക്ലാരിറ്റി വരും. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 2 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each, അതായത് 20 lakhs വാല്യൂ ഉള്ള ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാണ്ടഡ് ടു ബൈ ബാക്ക് 30,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് പാറിലാണ് ബൈ ബാക്ക് ചെയ്യുന്നത്, പ്രീമിയത്തിലോ അല്ല ഡിസ്കൗണ്ടിലോ അല്ല. ഇറ്റ് ഇഷ്യൂഡ് 6% 3,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് 100 each. ഈ ഇക്വിറ്റി ഷെയർസ് ബൈ ബാക്ക് ചെയ്യാൻ എന്താ ഇഷ്യൂ ചെയ്തത്? പ്രിഫറൻസ് ഷെയർസാണ് ഇഷ്യൂ ചെയ്തത് അല്ലേ. 3,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 each. ദ പ്രൊസീഡ്സ് ബീയിങ് യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബൈ ബാക്ക്. അപ്പോൾ ഈ പ്രൊസീഡ്സ് ഉപയോഗിച്ചാണ് ബൈ ബാക്ക് കംപ്ലീറ്റ് ചെയ്തത്, പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തത്. എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ബൈ ബാക്ക് എമൗണ്ടഡ് ടു ₹18,000. ഇനി ഗീവ് ജേണൽ എൻട്രീസ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട്, ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ആദ്യത്തെ ജേണൽ എൻട്രി എന്താ? നമ്മൾക്ക് പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തതിൻ്റെ എൻട്രി പാസ് ചെയ്യണം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. എത്ര പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത്? 3 lakh rupees അല്ലേ. 3,000 into 100, അപ്പോൾ 3 lakh rupees. ഇനി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഈ ബൈബാക്ക് പ്രൊസീജിയറിന് വേണ്ടി ഓപ്പൺ ചെയ്യണം. അത് ഓപ്പൺ ചെയ്യുന്നതിന് എൻട്രി ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഈ ബാങ്കിൽ ആദ്യം വന്ന 3 ലക്ഷമാണ് നമ്മൾ ബൈബാക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ലക്ഷം നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്, പുതിയ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എത്രയാണ്? 3 lakh rupees. ഇനി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യണം. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ പോരാ അല്ലേ, ഷെയർ ഹോൾഡേഴ്സിന് ആ പൈസ തിരിച്ച് ഷെയർസ് വാങ്ങിക്കുമ്പോൾ കൊടുക്കണം. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബൈബാക്ക് അക്കൗണ്ട് എത്രയാണ്? 3 lakh rupeesൻ്റെ ഷെയർസാണ് ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുകയാണ് പൈസ. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് 3 ലക്ഷം. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 3 ലക്ഷം എടുത്തു, അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ചെയ്തു. ഇനി
പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഷെയർസ് വന്നു, കമ്പനിയുടെ കയ്യിൽ ഷെയർസ് വന്നു. അപ്പോൾ ആ ഷെയർസ് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം അല്ലേ? അതിൻ്റെ ജേണൽ എൻട്രി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് 3 lakh ഇവിടെ 3 lakh ഉണ്ട്, മിസ്സായതാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് 3 lakh. ഇനി ബൈബാക്ക് എക്സ്പെൻസിൻ്റെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ബൈബാക്ക് എമൗണ്ട് ടു ₹18,000. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് 18,000. ഇതിനെ നമ്മൾ P&L ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ ജേണൽ എൻട്രി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് അറ്റ് ടു ബൈബാക്ക് എക്സ്പെൻസസ് 18,000. ഇതാണ് പാറിൽ ഷെയർസ് ബൈബാക്ക് ചെയ്യുമ്പോൾ ജേണൽ എൻട്രീസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഇനി പ്രീമിയത്തിൽ ബൈബാക്ക് ചെയ്യുമ്പോൾ ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 4 lakh shares of ₹10 each. The balance in the securities premium reserve account and general reserve account were ₹25 lakh and ₹50 lakh respectively. അപ്പോൾ 4 lakh shares of ₹10, അതായത് 40 lakhs ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിലും ജനറൽ റിസർവിലുള്ള ബാലൻസ് 25 lakhും 50 lakh റെസ്പെക്റ്റീവ്ലി ആണ്. ദ കമ്പനി ബോട്ട് ബാക്ക് 1 lakh shares at a price of ₹30. 1 lakh ഷെയർസ് ആണ് ബൈബാക്ക് ചെയ്ത്, അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ആണ്, ഫേസ് വാല്യൂ എത്രയാണ് 10, ആൻഡ് ഇഷ്യൂഡ് ചെക്ക് ഫോർ ദിസ് പർപ്പസ് ഫ്രം ഇറ്റ്സ് ബാങ്ക് അക്കൗണ്ട്, റൈറ്റ്? ജേണൽ എൻട്രീസ്. അപ്പോൾ ആദ്യം തന്നെ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിൻ്റെ എൻട്രിയാണ്. അതായത് ഇവിടെ ഫ്രഷ് ഇഷ്യൂ ആയിട്ടല്ല ഫ്രഷ് ഇഷ്യൂ എന്നുള്ള പ്രൊസീഡ്സ് കൊണ്ടല്ല, നമ്മൾ സർപ്ലസും റിസർവ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്ന ബൈബാക്ക് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എത്രയാണ് നമ്മൾക്ക് വേണ്ടത്? 1 lakh × 30 അല്ലേ? അത്രയും എമൗണ്ടാണ് വേണ്ടത്. അപ്പോൾ 1 lakh × 30 എന്ന് പറഞ്ഞാൽ 30 lakh. അപ്പോൾ അത്രയും രൂപ നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബൈബാക്കിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് 30 lakh. ഇനി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യണം അല്ലേ? എത്രയാണ്? ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് അറ്റ് ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് 30 lakhs ആണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് മൊത്തം. ഇനി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്? 1 lakh ഷെയർസ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ 1 lakh × ഫേസ് വാല്യൂ എത്രയാണ്? 10. അപ്പോൾ 10 lakh ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 10 lakh. ബാക്കി പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്, ബാക്കി 20 രൂപ എന്ന് പറഞ്ഞാൽ 30-ൽ 20 രൂപ എന്ന് പറഞ്ഞാൽ പ്രീമിയം ആണ് അല്ലേ? 1 lakh × 20 lakh. അപ്പോൾ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് അറ്റ് 20 lakh. ടോട്ടൽ ടു ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് 30 lakh. ഇനി നമ്മളിത് എന്തുപയോഗിച്ചാൽ സെക്യൂരിറ്റീസ് പ്രീമിയം ഫ്രീ റിസർവും യൂട്ടിലൈസ് ചെയ്താണ് ഇവിടെ ബൈബാക്ക് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയമോ ഫ്രീ റിസർവോ യൂട്ടിലൈസ് ചെയ്താണെങ്കിൽ ബൈബാക്ക് ചെയ്ത ഷെയർസിൻ്റെ നോമിനൽ വാല്യൂവിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്നും ഫ്രീ റിസർവിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് 25 lakh ഉണ്ട്, ജനറൽ റിസർവ് 50 lakh ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൻ്റെ എന്താ പറയുക യൂട്ടിലൈസേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്, ലിമിറ്റഡ് ആണ്, ചില കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ എത്ര 10 ലക്ഷം രൂപയുടെ ഫേസ് വാല്യൂ ആണ് 10 ലക്ഷം രൂപ എന്ന് പറയുന്നത്, അത് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് അറ്റ് 5 lakh, ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് 5 lakh. അപ്പോൾ ഫേസ് വാല്യൂ പോർഷൻ നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്? ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 10 lakh. അപ്പോൾ ഫ്രീ റിസർവ്സോ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവോ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈബാക്ക് ചെയ്യുന്ന ഷെയർസിൻ്റെ നോമിനൽ വാല്യൂവിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ചെയ്യുന്നോ ജനറൽ റിസർവ് ചെയ്യുന്നോ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് അറ്റ് 5 lakh, ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് 5 lakh ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 10 lakh. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് അറ്റ് 10 lakh ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 10 lakh എന്ന് കാണിച്ചാലും കുഴപ്പമില്ല. നമ്മളിവിടെ 5 ലക്ഷം ഇതിൽ നിന്നും കാണിച്ചു, 2 റിസർവിൽ നിന്നും ചെയ്തതായിട്ട് കാണിച്ചു. ഇനി ബാക്കി എത്ര വേണം? പ്രീമിയം പേയബിൾ റൈറ്റ് ഓഫ് ചെയ്യണം അല്ലേ? അത് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലെങ്കിൽ ഫ്രീ റിസർവ്സിന് അഗൻസ്റ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾക്കിവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം എത്രയുണ്ട്? 25 ലക്ഷം ഉണ്ട്. അല്ല 5 ലക്ഷം നമ്മളിപ്പോൾ CRRലേക്ക് മാറ്റി, ബാക്കി 20 ലക്ഷം ഉണ്ട്. നമ്മൾക്ക് 20 ലക്ഷമാണ് പ്രീമിയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സെക്യൂരിറ്റീസ് പ്രീമിയം യൂട്ടിലൈസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ റിസർവ് നമുക്ക് വേറെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ സെക്യൂരിറ്റീസ് പ്രീമിയം റെസ്ട്രിക്റ്റഡ് യൂസേജ് ആണ്, ചില കാര്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് ഇതിന് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് അറ്റ് ടു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് എത്രയാണ്? 20 lakhs. ഇതാണ് പ്രീമിയത്തിൽ ബൈബാക്ക് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയർ. അപ്പോൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.